14 60 വയസ്സിനുമിടയിലുള്ള 90% ആളുകൾ പൂർണ്ണമായും ഡിജിറ്റൽ സാക്ഷരരായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാക്ഷരതാ പ്രസ്ഥാനത്തിലൂടെ കേരളം ഒരു പുതിയ തുടക്കം കുറിച്ചിരുന്നു. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുകയാണ്. നമുക്കൊപ്പം ഇതിന് ചുക്കാൻ പിടിച്ച മന്ത്രി MP രാജേഷ് തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക നേട്ടത്തിൽ വളർച്ചയിൽ സുപ്രധാനമായൊരു ദിനമായിരിക്കുമല്ലേ ഇന്നത്തെ ദിവസം? തീർച്ചയായും കേരളം ഒരിക്കൽ കൂടി ഇന്ത്യക്ക് വഴി കാണിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു പുതിയ ചരിത്രം രചിക്കുകയാണ്. 1991 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായിട്ട് കേരളം മാറി. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അന്ന് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ സാക്ഷരതാ പ്രസ്ഥാനത്തിൽ വോളണ്ടിയർമാരായിരുന്നു. എഴുത്തും വായനയും അറിയാത്തവരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച, അതിന് നേതൃത്വം കൊടുത്തത് ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് കാണുന്നത്. 34 വർഷത്തിന് ശേഷം, ഈ 34 വർഷം കൊണ്ട് കേരളം എത്ര മാറി എന്നതിൻ്റെ കൂടി തെളിവാണ് സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നമ്മൾ എത്തുന്നു എന്നത്. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ്. ഇൻകം ഇൻഇക്വാളിറ്റി പോലെ, വെൽത്ത് ഇൻഇക്വാളിറ്റി പോലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഡിജിറ്റൽ ഡിവൈഡിനെ കാണുന്നത്. അപ്പോൾ കേരളം ഉൾച്ചേർക്കുന്ന വികസന മാതൃകയാണല്ലോ കേരള വികസന മാതൃക എന്ന നിലയിൽ ശ്രദ്ധേയമായിട്ടുള്ളത്. ഇൻക്ലൂസീവായിട്ടുള്ള കേരളത്തിൻ്റെ വികസന മാതൃക. ആ വികസന മാതൃകയുടെ പ്രത്യേകതകളാണ് സമ്പൂർണ്ണ സാക്ഷരത, ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ജനന നിരക്ക്, കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക് എന്നതെല്ലാം ആ സാമൂഹിക നേട്ടങ്ങളുടെ പട്ടികയിൽ ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡിനെ കുറയ്ക്കുന്ന, ഏറെക്കുറെ മിനിമം ആക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമായി ഡിജിറ്റൽ സാക്ഷരത മാറുകയാണ്. അപ്പോൾ ഉൾച്ചേർക്കുന്ന കേരള വികസന മാതൃകയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒന്നാണിത്. നവകേരളം എന്ന് പറയുന്നത് ഇതാണ്. നാം നിരന്തരം നവീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, നേരത്തെ നമ്മളൊക്കെ പറയുമായിരുന്നു, സാധാരണ ഈ സ്മാർട്ട് ഫോണൊക്കെ വരുന്ന സമയത്ത് വീട്ടമ്മമാരാണെങ്കിലും പ്രായമുള്ള അമ്മാവന്മാരും അമ്മായിമാരും ഒന്നും ഈ വലിയ രീതിയിൽ അതുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നില്ല, ഫ്രണ്ട്ലി ആയിരുന്നില്ല അവർ. പക്ഷേ ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ അവർ ഫേസ്ബുക്ക് എടുക്കുന്നു, വാട്സപ്പിലൂടെ കൂട്ടായ്മകളിലൂടെ സംസാരിക്കുന്നു. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും അതിലൊക്കെ പണിയെടുക്കുന്ന 70-80 വയസ്സുള്ള ആളുകൾ പോലും ഒരു പരിധിവരെ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട്ലി ആയിട്ട് മാറിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ആ അർത്ഥത്തിൽ പ്രായമേറിയ മനുഷ്യരിത് ഉപയോഗിച്ച് തുടങ്ങുന്നു, അവരും അതിൽ ഇപ്പോൾ സാക്ഷരരാകുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായൊരു കാര്യം, അല്ലേ ശ്രീ MP രാജേഷ്? തീർച്ചയായിട്ടും ആ തരത്തിലുള്ള കൗതുകമുണ്ട്. ഒപ്പം അതൊരു എംപവർമെന്റ് കൂടിയാണ്, ഒരു ശാക്തീകരണം കൂടിയാണ്. ഇപ്പം ഇങ്ങനൊരു ആശയം പുല്ലമ്പാറയാണല്ലോ ആദ്യം കേരളത്തിന് വഴി കാണിച്ചത്. പുല്ലമ്പാറയിൽ അത് വരാനുള്ള കാരണം കോവിഡ് കാലത്തെ ഒരു അനിവാര്യതയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ പുല്ലമ്പാറയിലെ ചില ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശ്രദ്ധിച്ചൊരു കാര്യം, കോവിഡ് സമയത്ത് ഈ ഓരോ തവണയും തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ, അവരുടെ കൂലി വന്നോ എന്നറിയാൻ ഓട്ടോറിക്ഷ പിടിച്ച് ബാങ്കിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിൽ വന്ന ആരുടെയെങ്കിലും സഹായം തേടുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് പുല്ലമ്പാറ ഇങ്ങനെ ഒരു ആശയമായിട്ട് മുന്നോട്ട് വന്നത്. പുല്ലമ്പാറയ്ക്ക് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. ആ മാതൃക ഗവൺമെൻറ് ഏറ്റെടുത്ത് കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. പുല്ലമ്പാറയുടെ മൊഡ്യൂളിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വികസിപ്പിച്ച മെച്ചപ്പെട്ടൊരു മൊഡ്യൂൾ നമ്മൾ തയ്യാറാക്കി. ഡിജിറ്റൽ സർവകലാശാലയും കിലയും എല്ലാം ചേർന്ന്, അതുപോലെ തന്നെ നമ്മൾ മാസ്റ്റർ ട്രെയിനേഴ്സിനെ കണ്ടെത്തി, ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്തു. 2,57,000 വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ചെടുത്തു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ, നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, ഇത് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുമ്പോൾ തന്നെ ഫീൽഡിൽ ഇത് ഡ്രൈവ് ചെയ്തത് അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തത് ജെൻസി ആണ് എന്നതാണ്. കാരണം ഈ വോളണ്ടിയേഴ്സിൽ മഹാഭൂരിപക്ഷവും കോളേജ് സ്റ്റുഡൻസ്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ്, NCC, അതുപോലെ SPC കാഡറ്റ്സ്, ഇവരെല്ലാമായിരുന്നു. അപ്പോൾ പുതുതലമുറ, ഈ 2000-ന് ശേഷം ജനിച്ച തലമുറയെ നയിച്ച ഒരു ക്യാമ്പയിൻ എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവിധ അഭിനന്ദനങ്ങളും. വൈകുന്നേരമാണ് ചടങ്ങെന്നറിയാം. തീർച്ചയായിട്ടും അത് കേരളത്തിന്റെ പ്രൈഡ് ശരിക്കും നമ്മൾ തലയുയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ദിവസം കൂടിയായിട്ട് മാറുന്നു. താങ്ക് യു മിനിസ്റ്റർ. ശ്രീ MP രാജേഷ് നമുക്കൊപ്പം ചേർന്നത്.